പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ നമ്മളോട് തൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ദാനിയേൽ ധനപാൽ എന്ന സഹോദരനാണ്. അദ്ദേഹം ഇടുക്കി വണ്ടമ്മേട് സ്വദേശിയാണ്. കഴിഞ്ഞ 22 വർഷമായി യേശുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞ് തൻ്റെ നിസ്സഹായമായ ജീവിതാവസ്ഥയിലും രോഗാവസ്ഥയിലേക്ക് കടന്നു വന്ന് കർത്താവിനെ അനുഭവിച്ച് ഈശോയ്ക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ച് ഈ നാളുകളിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവിന് ശക്തമായിട്ട് സാക്ഷ്യം വഹിക്കുന്ന ഒരു സഹോദരനെയാണ് ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞു വച്ചിരിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. ഞാൻ ഇടുക്കി ജില്ലയിൽ വണ്ടമേട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്വന്തം നാട് വില്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ നിന്ന് ഞങ്ങൾ കുടിയേറി വന്ന വ്യക്തികളാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു എസ്റ്റേറ്റിൽ ഒരു ജോലിക്ക് എൻ്റെ പപ്പായും അമ്മയും കൂടെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുമായിരുന്നു. ആ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ വണ്ടമേട് പഞ്ചായത്തിലാണ്. അങ്ങനെ ഞാൻ ഒരു 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പപ്പ എസ്റ്റേറ്റിൽ നല്ല ഒരു ജോലിക്കാരനെന്ന് പറഞ്ഞാൽ കിച്ചൻ്റെ ജോലി, അവിടെ കൊച്ചമ്മയ്ക്ക് മുതലാളിക്ക് നല്ലൊരു ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പപ്പായ്ക്ക് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങളും ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു. അന്നേരം ഞാൻ 4ൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ദൈവത്തിൽ ഒട്ടും വിശ്വാസമില്ല, ഒരു ദൈവത്തിലും വിശ്വാസമില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ പഠിക്കാൻ സ്കൂളിൽ പോകും. ഞങ്ങൾ 4 മക്കളാണ്. ഈ 2 പേരും കൂലിപ്പണി എടുത്തിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ പോകുമായിരുന്നു. 2 ആണും 2 പെണ്ണുമാണ്. അപ്പോൾ 3ാമത്തെ മകനാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോവുകയും നല്ലപോലെ പഠിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി, നമ്മൾ നല്ല പഠിച്ച് നല്ലൊരു ജോലി ചെയ്യണം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി പട്ടാളത്തിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ പഠിക്കുന്ന ആ സമയത്ത് 9ാം ക്ലാസ് ആയപ്പോൾ പെട്ടെന്ന് എനിക്ക് വയറ്റ് വേദന അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ കൂലിപ്പണി എടുക്കുന്നവരായതുകൊണ്ട് അവരെല്ലാവരും കൂടെ എന്നെ ആശുപത്രി കൊണ്ടുപോവുകയും അവിടുത്തെ ഡോക്ടർ മരുന്ന് തന്നു. ചെറിയ ഒരു വയറ്റിനകത്ത് ഒരു ചെറിയ നീർക്കെട്ടുണ്ട് എന്ന് പപ്പായോട് പറയുകയും ചെയ്തു. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു തലയിറക്കുണ്ടാകും, പെട്ടെന്ന് വായിലിരുന്ന് പദം ഉണ്ടാകാൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാറിയ ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ കാലിൽ ഒരു ചെറിയ വ്രണമുണ്ടായി. ഈ വ്രണം അങ്ങോട്ട് ദേഹം മൊത്തം ശരിക്ക് വ്രണമുണ്ടായി. അങ്ങനെ ശരീരത്തിൽ ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാതെ എൻ്റെ ശരീരത്തിൽ മൊത്തം വ്രണമായി. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെട്ടു. എൻ്റെ പപ്പ കൂലിപ്പണി ചെയ്യുന്നതുകൊണ്ട് അവരെ സഹായിക്കണം, നല്ല ജോലിക്ക് പോയി അവരെ നല്ലപോലെ അവരെ ഒരുപാട് സഹായിക്കണം. കാരണം എൻ്റെ പപ്പ വളരെ കഷ്ടപ്പെട്ട് 2 പേര് കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങൾ 4 പേരെയും പഠിപ്പിക്കുന്ന ആഹാരം എല്ലാം കൂടെ തരുന്നത്. അതുകൊണ്ട് പപ്പായെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ പപ്പ പറയും, മോനെ നീ ദൈവത്തിൽ വിശ്വസിക്കുക, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പപ്പായോട് ദേഷ്യം തോന്നും. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനോ ഇല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ അംഗീകരിക്കുന്ന ഒരാളല്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ
അവരെ തിരിച്ച് എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്യുന്നവനായിരുന്നു. അങ്ങനെ രോഗങ്ങൾ എന്നെ പിടികൂടി. ശക്തമായിട്ട് തന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ജോബിൻ്റെ അതേ അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. എൻ്റെ ശരീരത്തിൽ തലയെന്ന് പാദം വരെ മൊത്തം വ്രണം കൊണ്ട് നിറഞ്ഞു. ആ സമയത്ത് എന്നെ കിടത്തിയത് നല്ല ഒരു വാഴയില വെട്ടി ആ ഇലയ്ക്കകത്ത് എണ്ണ പുരട്ടിയാണ് എന്നെ കിടത്തിയത്. അന്നേരം എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഈ വ്രണം തുടങ്ങിയ സമയത്ത് എന്നെ കാണാനായിട്ട് വന്ന് സഹോദര എങ്ങനെയുണ്ട്, കുറെ ബ്രെഡ് കുറെ ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് എന്നെ തരികയും കാണുകയും ചെയ്ത ഈ കൂട്ടുകാര് ഒരു സുപ്രഭാതത്തിൽ 5 വർഷം ഞാൻ രോഗിയായി കിടന്നപ്പോൾ ആരും തന്നെ വന്നിട്ടില്ല. ആ സമയത്ത് വളരെ വേദനയോടുകൂടി ആ ഇലയ്ക്കകത്ത് കിടക്കുകയായിരുന്നു. ഡോക്ടറെ അടുത്ത് കടന്നു ചെന്നു. അവർ മരുന്ന് കൊടുത്ത് എന്നെ ആശുപത്രി കിടത്താൻ പറ്റുകയില്ല. കാരണം എൻ്റെ ശരീരം അഴുകി നാറ്റമെടുക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ ഭയങ്കര നാറ്റമുണ്ടായി. അന്നേരം ഡോക്ടർ പറഞ്ഞു കുറച്ചു കാലം പഥ്യമെടുത്ത് മരുന്ന് കഴിക്കണം. അപ്പൊ എൻ്റെ മാതാപിതാക്കള് 5 വർഷമായിട്ട് എന്നോടൊപ്പം പഥ്യ കഞ്ഞ് അതുപോലെ പഥ്യ ഭക്ഷണങ്ങൾ കഴിക്കുമായിരുന്നു. അവരാഗ്രഹിക്കുന്ന ഒരു സാധനം പോലും അവർ കഴിക്കാൻ സാധിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, ആ സമയത്തുണ്ടായ ഒരു വേദന ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ ചില സമയത്ത് കരയാറുണ്ട്. പലരും വന്ന് പറയും, മോനെ നിന്റെ വേദന മാറും, നിന്റെ വർണ്ണത്തിന് മാറ്റം ഉണ്ടാകും. എൻ്റെ പപ്പായും അമ്മയും പറയും, മോനെ നിന്റെ വേദന മാറും. പക്ഷെ എനിക്ക് വേദന ഒരിക്കലും മാറിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കൊച്ചമ്മ ഒരു ബൈബിള് എൻ്റെ പപ്പായുടെ കയ്യിലോട്ട് തരികയാണ്. ഈ ബൈബിള് തന്നപ്പോൾ പപ്പ എന്നോട് പറയുകയാണ്, മോനെ നമ്മൾ ആശുപത്രി കടന്നു ചെന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇനി പുള്ളി രക്ഷപ്പെടുകയില്ല, 8 ദിവസം കൊണ്ട് ഈ മകൻ മരിച്ചു പോകും. മെഡിക്കൽ കോളേജിലും സകല ഹോസ്പിറ്റലും എന്നെ ഉപേക്ഷിച്ചു. കാരണം ഒരു തുണി പോലും ഉടുത്താൻ പറ്റാതെ ഞാൻ നഗ്നനായിട്ട് തന്നെ ആ ഇലയ്ക്കകത്ത് കിടക്കുകയാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ എൻ്റെ ശരീരം ചൊറിച്ചിലുണ്ടാകും, വേദന ഉണ്ടാകും. ആ ഇല തന്നെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഒരു പ്രാവശ്യം വേറെ ഇലയ്ക്കകത്ത് വേണം കിടത്താൻ. ഈ ഇല പൊള്ളി ആ ഇല മൊത്തം കരിഞ്ഞു പോകും. അതുപോലെ ചൂടാണ് ശരീരത്തിലുണ്ടാകുന്ന ഈ പഴുപ്പ്. അന്നേരം എൻ്റെ തലയിലെല്ലാം മുട്ടയടിച്ചു. എൻ്റെ തലയിൽ നിന്ന് പേൻ പാരി. എൻ്റെ മാതാപിതാക്കള് ആ മരുന്നൊന്നും അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പേൻ ഇങ്ങനെ വാരിയെടുത്ത് താറയിടുന്ന അനുഭവം അത്രയും പ്രായത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ സമയത്തുള്ള വേദന, വളരെയേറെ വേദനകളുണ്ടായി. എൻ്റെ പപ്പായോട് പറയും, പപ്പ അമ്മയെ എന്നെ കൊന്നുകളയാവോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് കൊന്നുകളഞ്ഞേരെ എന്ന് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പറയും, ദൈവം നിന്നെ എടുത്തോട്ടെ, പക്ഷെ ഞങ്ങൾ നിന്നെ കൊന്നുകളയേല. എൻ്റെ അയലൊക്കത്തിരുന്നവർ പലരും പറഞ്ഞു, മോനെ എൻ്റെ പപ്പായടുത്ത് മമ്മിയടുത്ത് ഒന്ന് പറയുകയാണ്, ഈ മകനെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ സഹിക്കും, 13 വയസ്സായില്ലേ, ഇവൻ്റെ തീട്ടവും ഇതെല്ലാം കൂടെ എങ്ങനെ മാറിയിടും. എൻ്റെ രണ്ടാമത്തെ
ചേച്ചി ഭയങ്കര വിശ്വാസത്തിലുള്ള ഒരു പെണ്ണാണ്. അവൾ എപ്പോഴും പറയും, മോനെ നീ പ്രാർത്ഥിക്കുക, നിനക്ക് വേണ്ടി ഞാൻ പോട്ട ആശ്രമത്തിൽ എഴുത്തെഴുതിയിട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അനേക ബ്രദർമാരെടുത്ത് എഴുത്തെഴുതിയിട്ടു, നിനക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉറച്ച വിശ്വാസമുള്ളവളായിരുന്നു. എൻ്റെ രണ്ടാമത്തെ പെങ്ങള്. അവൾ എപ്പോഴും പറയും, പപ്പ നമ്മുടെ സഹോദരനെ നമുക്ക് ഒരിക്കലും വേദനിപ്പിക്കേണ്ട, അവന് സൗഖ്യം തരുന്നവരെ ദൈവം എന്ന ഒരാളുണ്ടെങ്കിൽ അവന് സൗഖ്യം തരും, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അവൾ എപ്പോഴും പറയാറുണ്ട്. സ്നേഹമുള്ളവരെ, വൈദ്യശാസ്ത്രം കൈവിട്ടു എൻ്റെ മാതാപിതാക്കളോട് എപ്പോഴും എന്നെ കൊന്നുകളഞ്ഞേരെ, എന്തെങ്കിലും വിഷം കൊടുത്തോ, എന്തെങ്കിലും എന്നെ കൊന്നുകളഞ്ഞേരെ എന്ന് പല പ്രാവശ്യം പറഞ്ഞപ്പോഴും എൻ്റെ മാതാപിതാക്കൾ ഭയങ്കര വിശ്വാസത്തിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചി, ഞങ്ങളെല്ലാവരും കൂലിപ്പണിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് മരുന്ന് മേടിക്കണം, ആഴ്ചയിൽ ഒരു 2000 രൂപയുടെ മരുന്നെങ്കിലും മേടിക്കണം. അതുകൊണ്ട് എൻ്റെ ചേട്ടൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. പെട്ടെന്ന് ആ പുള്ളി സ്കൂളിൽ നിന്ന് നിർത്തിയിട്ട് കൂലിപ്പണിക്ക് പോയി. എൻ്റെ രണ്ടാമത്തെ പെങ്ങള്, അവൾ നല്ല ടീച്ചർ ട്രെയിനിങ് എടുത്ത് അവൾ ജോലിക്ക് പോകുമായിരുന്നു. പക്ഷേ എന്നെ പകൽ സമയം നോക്കാൻ ആരുമില്ല. ഒരു ലയമാണ്, ഒരു ക്വാർട്ടേഴ്സാണ്, അവിടെ മൊത്തം കാടുകളാണ്. അതുകൊണ്ട് അനിയനെ നോക്കാൻ വേണ്ടി എൻ്റെ ചേച്ചി അവിടെ പഠിത്തമെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അടുത്തിരുന്നു. എൻ്റെ രണ്ടാമത്തെ പെങ്ങള് എൻ്റെ കൂടെ ഇരുന്നപ്പോൾ എൻ്റെ ലാസ്റ്റ് എൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു, അവളും കൂലിപ്പണിക്ക് ഇറങ്ങി. എൻ്റെ മാതാവും പിതാവും എൻ്റെ സഹോദരങ്ങൾ 4 പേരും പണിയെടുത്തിട്ട് ശനിയാഴ്ച ദിവസം ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല. ഞങ്ങൾ വഴിയിലെ പിച്ചെടുക്കേണ്ട അവസ്ഥ ഉണ്ടായി. ഇപ്പം എൻ്റെ പപ്പ ഒരു 15 വയസ്സായപ്പോൾ വെള്ളിയൂരിൽ നിന്ന് ഈ കേരളത്തിൽ വന്നതാണ്. അതുകൊണ്ട് ആ ഉടമസ്ഥൻ ആ ജീവിതകാലത്തിൽ എൻ്റെ പപ്പ അവിടെ പണിയുന്നത് കൊണ്ട് കുറേ പൈസ ബാങ്കിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പൈസ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയത്. അതും തീർന്നു പോയി. എന്നിട്ട് ഇവർ കൂലിപ്പണിക്ക് പോയി. അവർ പൈസ ഉണ്ടാക്കി ശനിയാഴ്ച ദിവസം ആകുമ്പോൾ മരുന്ന് മേടിക്കും. ചില ദിവസം കഞ്ഞി മാത്രം കുടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ പെങ്ങള് ഒരു കൊന്ത പിടിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കാണാം. അന്നേരം ഞാൻ വഴക്ക് പറയും, നീ ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഈ അസുഖമായിട്ട് കിടന്നുകൊണ്ട് ഭയങ്കര ദേഷ്യം, അമ്മയും പപ്പായും ഉപദ്രവിക്കാൻ പോവുക കിടന്നുകൊണ്ട് തന്നെ. പക്ഷെ എണീറ്റ് നടക്കാൻ പോലും പറ്റുകയില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് അവരെല്ലാവരും പിടിച്ച് ഒരു ഭിത്തി ചേർത്തിരുത്തും. ആ ഭിത്തി ചേർത്തിരിക്കുമ്പോഴും അതിൻ്റെ സൈഡിൽ ഇല വെക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. മണം കൊണ്ടും അതിനകത്ത് എൻ്റെ മാതാപിതാക്കൾ മാത്രം, എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ മാത്രം എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് എന്നെ കണ്ട് ഭക്ഷണം കഴിക്കും. ബാക്കിയുള്ളവരെല്ലാം എൻ്റെ അടുത്ത് വരുമ്പോഴേ മൂക്കും പിടിച്ച് പുറത്തു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ശരീരം പൊട്ടി വെള്ള ഇങ്ങനെ നീരായി എൻ്റെ എല്ലെല്ലാം കാണാം. എൻ്റെ ശരീരത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ ഈ കൈ ഇപ്പുറത്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ആ സമയത്ത് എൻ്റെ പെങ്ങള് എന്നോട് പറയുകയാണ്, ദൈവം നിനക്ക് വീണ്ടും സൗഖ്യം തരും. അന്നേരം എൻ്റെ ചേച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത പ്രാർത്ഥന മേഖലയിലുള്ള ഒരു മകൻ ഞങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വന്നു. ആ മകൻ പറയുകയാണ്, നീ യേശുവിനെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ആ മകൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ല. കാരണം ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു വൈദികൻ എൻ്റെ മുമ്പിൽ ഞാൻ കുരിശ് കയറി, അവിടെ കുറേ പേരമരം ഉണ്ടായിരുന്നു. ആ പേരയ്ക്ക പരിച്ച് ഞാനത് തിന്ന സമയം
അച്ഛൻ പറയുകയാണ്, മോനെ നീ കട്ടെടുക്കരുത്, നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ, നീ എന്തിനാ പേരമരത്ത് കയറിയത്? അത് പള്ളിയോട് ചേർന്നിരുന്ന ഒരു പേരയായിരുന്നു. ആ പേരമരത്തിൽ ഞാൻ കയറി പേരയ്ക്ക ഭരിച്ച് തിന്നപ്പോൾ അച്ഛൻ വന്ന് എന്നെ വിരട്ടിയപ്പോൾ അച്ഛനെ ഞാൻ ആ പേരയ്ക്ക കൊണ്ട് ഒറ്റ ഏറ് കൊടുത്തു. എനിക്കന്ന് വിശ്വാസമില്ലായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ കാങ്ങ് ഈ കുരിശ കയറി മൂത്രം ഒഴിച്ചു. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അച്ഛൻ നിപ്പുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, നീ ഏതെങ്കിലും ഒരു ദിവസം നീ ദൈവത്തിൻ്റെ മകനാകും. ഇപ്പോഴും ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ അച്ഛനെ ഓർക്കാറുണ്ട്, നീ ദൈവത്തിൻ്റെ മകനാകും എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അതെല്ലാം ഞാൻ കിടന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അന്നേരെ എങ്ങനെ ഞാൻ വിശ്വസിക്കും? അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം വിശ്വാസമുണ്ട്, എനിക്ക് ഒട്ടും വിശ്വാസമില്ല, ഒരു ദൈവത്തെ വിശ്വാസമില്ല. അപ്പോൾ ചെറുപ്പത്തിൽ കൂട്ടുകാരുടെ കൂടെ കുറേ കലാപരിപാടികൾ ഓടുകയും പല സ്ഥലങ്ങളിൽ ചെല്ലുകയും നല്ല ആരോഗ്യമുണ്ട്, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ പപ്പ ഈ ബൈബിൾ എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. മോനെ, നിന്നെ ദൈവം സുഖപ്പെടുത്തും. അത് പറഞ്ഞ ശേഷമാണ് ഈ ബ്രദർ എൻ്റെ വീട്ടിൽ കടന്നു വരുന്നത്. ഈ ബ്രദർ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ്, നിനക്ക് 9 ദിവസത്തിനുള്ളിൽ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞ് ഈ ബ്രദർ എൻ്റെ കയ്യിൽ ഒരു ജപമാല എൻ്റെ കയ്യിൽ തരികയാണ്. ഈ ജപമാല പിടിച്ച് ബ്രദർ ഇങ്ങനെ ഒരു പ്രാർത്ഥനയും പറഞ്ഞു തന്നു, ദൈവമേ, ഞാൻ അറിഞ്ഞറിയാതെ ചെയ്തു പോയ തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ എന്ന്. ഇത് തന്നെ മോൻ പറഞ്ഞു എന്ന് ഈ ബ്രദർ എന്നോട് പറഞ്ഞിട്ട് പോയപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഒരു 6-ാമത്തെ ദിവസം എൻ്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പെടുക കണ്ടിട്ട് ഒരു നല്ല ദിവസത്തിന് ഉടുപ്പെടുക്കാൻ സാധിക്കുന്നില്ല, ഒരു നല്ല ഭക്ഷണം ഇവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് മരിച്ചേക്കാം എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിൽ, ഒരു പ്രേരണയും കൂടെ കടന്നു വന്നു. അന്നേരെ വിഷം നോക്കിയപ്പോൾ വിഷം ഒന്നും കിട്ടുന്നില്ല, തന്നെ കൊങ്ങക്കിട്ട് പിടിച്ചിട്ട് ചാകാനും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ചാകും? അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, തൊട്ടടുത്ത് ഒരു മഠമുണ്ടായിരുന്നു, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൊക്കോ, എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞും ചെരുവയറ് മാത്രമാണ് പത്തിയ കഞ്ഞ്, അത് ഞാൻ കുടിച്ചോളാം ചേച്ചി, ചേച്ചി പൊക്കോളാൻ പറഞ്ഞു. കാരണം എനിക്ക് മരിക്കാൻ ഒരു അവസരം വേണമല്ലോ. അപ്പം ആ ലയത്തിലിരുന്ന എല്ലാ പണിക്കാരും എല്ലാ ജോലിക്കാരും ജോലിക്ക് പോയി. എൻ്റെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നീ തീർച്ചയായിട്ട് ഈ മാതാവ് നിന്നെ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഒരു 7 കൂട് മെഴുകുതിരി കത്തിക്കുക. 7 കൂട് മെഴുകുതിരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു സംഭവമാണ്, കത്തിച്ചേക്കാന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ട് അവരെല്ലാവരും പണിക്ക് പോയി. ഞാൻ പ്രഭാതത്തിൽ എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞിട്ട്, സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ അമ്മയുടെ ഒരു കോട്ടൺ സാരി പുതച്ചിരിക്കുകയാണ്. ഈ കോട്ടൺ സാരി കൊണ്ട് ഞാൻ നകന്ന് ഞങ്ങളുടെ വീടിൻ്റെ അരികിൽ ഒരു പേരമരം ഉണ്ടായിരുന്നു. ആ പേരമരത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ മാംസമൊക്കെ പരിഞ്ഞു കിടക്കുകയാണ്. ചോര കൊണ്ട് ആ സ്ഥലത്തെ, ഞാൻ നകന്നു പോയ സ്ഥലത്തെല്ലാം ചോരയായി. ഞാൻ ചത്തേക്കാമെന്ന തീരുമാനത്തോടു കൂടി ഒരു മുരിങ്ങയുടെ കമ്പെടുത്തിട്ട് ആ കമ്പിൽ ഞാൻ മുരിങ്ങ ഈ സാരിയെ കെട്ടി ഞാൻ ആ പേരമടത്തി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എനിക്ക് വേദന ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. 5 വർഷമായിട്ട് സൂര്യപ്രകാശം കാണാത്ത ഞാൻ ഈ സൂര്യപ്രകാശം കൂടെ കണ്ടപ്പോൾ എൻ്റെ ശരീരമെല്ലാം പൊള്ളാൻ തുടങ്ങി. അന്നേരം അവിടെ ചെന്നു കുറെ നേരം ഇങ്ങനെ എടുത്ത് എറിയുക, അത് വീഴുന്നില്ല, എന്ത് ചെയ്താൽ വീഴുന്നില്ല.
അപ്പോൾ പെട്ടെന്ന് ഒരു സ്വരം കേട്ടു. ഈ സ്വരം 103-ാമത്തെ സങ്കീർത്തനത്തിലുള്ള ഒരു വചനമാണ്. നിന്റെ അകൃതിയെല്ലാം ക്ഷമിച്ച് നിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തി നിന്റെ പ്രാണനെ ഈ നാശത്തിൽ നിന്ന് നിന്നെ വിളക്കുമെന്ന ഒരു വചനമാണ്. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ചേച്ചി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ചേച്ചി വന്നിട്ട്, നീ മരിക്കരുത് മോനെ, നിന്നെ ദൈവം സുഖപ്പെടുത്തപ്പെടാ, നീ വാടാന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് സത്യം മേടിച്ചു, ഇനി മരിക്കരുത് എന്ന്. അങ്ങനെ ഞാൻ ചേച്ചിയോട് വാക്ക് കൊടുത്ത് ഞാൻ ഇനി അങ്ങനെ ചെയ്യല. അന്നേരെ ഈ ബൈബിള് വന്നപ്പോൾ, ഈ കയ്യിൽ നിന്ന് എടുത്തപ്പോൾ ഈ ബൈബിള് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു സ്വരം കേട്ടു. അപ്പം എൻ്റെ ചേച്ചി പറയുകയാണ്, ദൈവമാണ് നിന്നോട് സംസാരിച്ചത് മോനെ. ഞാൻ ഈ ബൈബിൾ എടുത്തപ്പോൾ ഈ ബൈബിള് താലോട്ട് വീണു. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി മാറിയിരുന്ന് കരയുവാണ്, എൻ്റെ അനിയൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ചേച്ചി ഈ ബൈബിൾ താഴെ വീണ് തുറന്നു നോക്കിയപ്പോൾ ഈ 103-ാമത്തെ തിരുവചനം തന്നെയാണ് അവിടെ വീണ് കിടക്കുന്നത്. അതെടുത്ത് വായിച്ചപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, ഈ വചനം തന്നെയല്ലേ കിട്ടിയത്, ദൈവമാണ് നിന്നോട് സംസാരിച്ചതെന്ന്. ഇപ്പൊ പിറ്റേ ദിവസമായി. 6-ാമത്തെ ദിവസം ഇവരാരും പോയിട്ടില്ല. 7-ാമത്തെ ദിവസം പോയിട്ടില്ല. ഈ ബ്രദർ പറഞ്ഞത് 9 ദിവസമാണ്. 8-ാമത്തെ ദിവസം ഞാൻ വെളുപ്പിന് എണീറ്റ് എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഈ ബ്രദർ പറഞ്ഞിരുന്ന പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലി. ഈ ബൈബിൾ അടിച്ച് തലയിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തുമില്ല, എന്ത് വാക്ക് പറയണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ, ഈശോയെ നീ എവിടെയുണ്ട്, നിന്നെ എനിക്കൊന്ന് കാണണം, എന്നെ സുഖപ്പെടുത്തണം, നിനക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം വഹിച്ചോളാം. ഈ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറെ നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് വേദന ശക്തമായിട്ട് കൂടി. അന്നോ ആ സമയത്ത് ഒരു പ്രകാശം ഞാൻ കാണുകയാണ്. ഈ പ്രകാശം കണ്ടപ്പോൾ എൻ്റെ കണ്ണെല്ലാം അടഞ്ഞുപോയി. എൻ്റെ ശരീരമെല്ലാം വേർത്തിങ്ങനെ കിടക്കുകയാണ്, വേർത്തിങ്ങനെ വെള്ളം വരികയാണ്. അന്നേരം ഈ സ്വരം ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനാണ് കർത്താവ്, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. എൻ്റെ ഒരു കണ്ണ് 10,000 സൂര്യനേക്കാളും ശക്തിയുള്ളതാണ്. നീ എനിക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ പറഞ്ഞ ഈ സ്വരം, ഈ പ്രകാശം കണ്ട് എടുത്ത് എന്നെ ഒരു 10-12 അടി മുറിയാണ്. ഒരു തിണ്ണ, ഒരു മുറി, ഒരു അടുക്കള. ഈ 10 അടി മുറിക്കകത്ത് എന്നെ എടുത്ത് ഒറ്റ എറിഞ്ഞ് ഞാൻ തെറിച്ചു പോയി വീഴുകയാണ്. ഞാൻ എണീറ്റുന്നു. അന്നേരം 5 വർഷമായിട്ട് എണീക്കാത്ത ഞാൻ ആ സമയം തന്നെ ഞാൻ എണീറ്റ് നിൽക്കുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ എണീറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. സ്നേഹമുള്ളവരെ, ഈ പ്രകാശം എന്നോട് പറയുകയാണ്, നീ 3 കാര്യം ചെയ്യണം. ഈ 3 കാര്യം ഇതാണ്. 1, നീ അഹങ്കരിക്കരുത്. 2, നിനക്ക് പൈസയുടെ ആർത്തി ഉണ്ടാകരുത്. 3, നീ വ്യഭിചാരം ചെയ്യരുത്. ഇത് 3ഉം പാലിച്ചാൽ നിന്റെ കാളുകളെ എൻ്റെ കാളുകളെ പോലെ മാറ്റും. നിന്റെ കാളുകളെ മാൻകാളുകളെ പോലെ തുള്ളിച്ചാടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്ര വർഷമായിട്ട് നടക്കാത്ത ഞാന് പെറ്റമ്മയെക്കാളും നിന്നെ സ്നേഹിക്കുന്ന പറഞ്ഞ ദൈവം
എന്നെ സ്നേഹിച്ചതാണ് ഈ പുതിയ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശരീരം സ്നേഹമുള്ളവരെ പാടുകൊണ്ട് അന്നേരം തന്നെ കർത്താവ് എന്നോട് പറയുകയാണ്, പൗലോസ് എന്നൊരു മകൻ നാളെ നിന്റെ അടുക്ക് വരും. ബാക്കി കാര്യങ്ങളെല്ലാം അവൻ പറയും. ഈ പൗലോസ് എന്ന് പറഞ്ഞ മകന് എല്ലാ പള്ളികളിലും പെയിന്റ് അടിക്കുന്ന ഒരു മകനാണ്, പെയിന്റ് അടിക്കാരനാണ്. ഈ മകൻ വന്നിട്ട് എൻ്റെ പപ്പായോട് പറഞ്ഞു, ഇങ്ങനെ പോട്ട ആശ്രമം ഒരു സ്ഥലമുണ്ട്, നിന്റെ മകനെ അവിടെ നമുക്ക് കൊണ്ടുപോകാം. അന്നേരം എനിക്ക് എണീറ്റ് നിന്ന് എൻ്റെ വ്രണമൊക്കെ വാടാൻ തുടങ്ങി. ഞാൻ എണീറ്റ് നിന്നപ്പോൾ എൻ്റെ ചേട്ടൻ ആദ്യം വന്നിട്ട് പറഞ്ഞതുപോലെ തന്നെ 7 കൂട് മെഴുകുതിരി കത്തിക്കുകയായിരുന്നു മാതാവിൻ്റെ പള്ളിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നേരം എൻ്റെ വിശ്വാസം, ഇങ്ങനെ ഒരു ശക്തി, ഇങ്ങനെ ഒരു കൃപ, ഈശോ എന്ന് പറഞ്ഞ ഒരാള് എന്നെ തൊട്ടപ്പോൾ എനിക്ക് അത് വലിയൊരു അനുഗ്രഹമായി മാറി. അന്നേരം എൻ്റെ കാലിലുള്ള വ്രണങ്ങളെല്ലാം കുറയാൻ തുടങ്ങി, ശരീരത്തിന് മൊത്തം പാടാൻ തുടങ്ങി. അന്നേരം എന്നെ വീണ്ടും ഒരു ചെറിയ ഒരു സാരി കൊണ്ട് പുതച്ച് എന്നെ പോട്ട ധ്യാനകേന്ദ്രത്തിന് കൊണ്ടുപോവുകയാണ്. ഞാൻ പോട്ട ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് അവിടെ പ്രാർത്ഥനകൾ തുടങ്ങി. അന്നേരെ അച്ഛൻ വിളിച്ചു പറയുകയാണ്, ധനപാൾ എന്നൊരു മകന് വളരെ വ്രണത്തോടു കൂടി, സ്നേഹമുള്ളവരെ അത്തരം ജനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ശരീരം വേദനിക്കുന്നു ഓർത്ത് എന്നെ കണ്ടിട്ട് ആരും അടുക്കുകയില്ല, തൊടാനും പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും പുറകെ ഒരു കസാരട്ട് തന്നു. എൻ്റെ അടുത്തിരുന്ന ഒരാൾ വന്നിട്ട് മണം കൊണ്ട് ആ പുള്ളി മാറിപ്പോയിരുന്നു. അതുകൊണ്ട് അവിടെ പോയിരിക്കുകയാണ്. അന്നേരം ഈ അച്ഛൻ പറയുകയാണ്, ഇങ്ങനെ എൻ്റെ പേര് ചൊല്ലി മകൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ദൈവം ഒരു മകനെ തൊട്ട് അനുകരിക്കുന്നു, ഇന്ന പേരുള്ളവനാണെന്ന്. അന്നേരം എൻ്റെ ശരീരമൊക്കെ കുളിരാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. അത് കഴിഞ്ഞ് ധ്യാനം കൂടി. ധ്യാന സമയത്ത് ഉച്ചയായപ്പോൾ കൗൺസിലിങ് സമയമുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ കാല് തൂക്കിയിട്ടത് കൊണ്ട് നീരായി. ആ നീരായപ്പോൾ ഞാൻ മാറി കിടക്കുക. അപ്പം അവർ പറഞ്ഞ്, എണ്ണീട്ട് ധ്യാനം കൂടിക്ക്, ഇവിടെ കിടക്കണ്ട, ഒന്ന് എങ്ങനെയെങ്കിലും മോന് പതുക്കെ പൊക്കോ. അവിടുത്തെ ശുശ്രൂഷകർ പറഞ്ഞു, പതുക്കെ പൊക്കോ, ധ്യാന സെൻറ്ററിൽ ചെന്ന് മോൻ ഇരിക്കുക. സ്നേഹമുള്ളവരെ, ആ ധ്യാന സെൻറ്ററിൽ ഞാൻ ചെന്നിരുന്നു. അന്നേരം ഇരിക്കുന്ന മുമ്പ് ഒരു അനുഭവം. ഞാൻ ഇരുന്നപ്പോൾ ഒരു കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വരികയാണ്, മോനെ നീ എന്തിനാടാ കിടക്കുന്നത്, നീ ധ്യാന സെൻറ്ററിൽ പൊക്കോളാൻ പറഞ്ഞു. അവിടെ പോയിരുന്ന് വചനം കേൾക്കാൻ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊണ്ണു സിസ്റ്ററെ, എനിക്ക് പോകാൻ പറ്റുകയില്ല, എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ്, എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ ശരി, മുട്ടയൊക്കെ അടിച്ച് ആ ദേഹമെല്ലാം വ്രണമായിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അന്നേരം നീ എങ്ങനെങ്കിലും മോനെ പോയി ഇരിക്കുക, നീ പോടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് തോർത്തെടുത്ത് തൂത്തപ്പോൾ ഈ സിസ്റ്ററിനെ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കൗൺസിലിംഗ് സമയത്ത് ആ കൗൺസിലർ പറഞ്ഞു, ഉച്ചയായപ്പോൾ നീ ഒരു കന്യാസ്ത്രീയെ വല്ലം കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നോ? അത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയാണ് നിന്നെ എണീറ്റ് അങ്ങോട്ട് അയച്ചത്. ഞാൻ ആ ധ്യാനം കൂടി കർത്താവ് വളരെ സൗഖ്യത്തോടു കൂടി ഞാൻ മടങ്ങി വന്നതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞ് പ്രാർത്ഥനയായിട്ട് പല സ്ഥലങ്ങളിലും ചെന്ന് ബന്ധപ്പെട്ടു. എൻ്റെ കൂട്ടായ്മയിൽ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. കൂട്ടായ്മയിൽ ചെന്നപ്പോൾ ഏറ്റവും പുറകെയാണ് ഞാൻ ഇരിക്കുന്നത്. ഈ വ്രണം മൊത്തം കരിയാൻ, ഈശോയെ എനിക്കൊരു പുതിയ ശരീരം നൽകണമേ, ഈശോയെ എനിക്കൊരു പുതിയ ബ്ലഡ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് പയ്യമ്പള്ളി അച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛന്, ആൻ്റണി പയ്യമ്പള്ളി
എന്ന് പറഞ്ഞ ഒരു അച്ഛൻ പറഞ്ഞു, പുതിയ ശരീരം, പുതിയ ബ്ലഡ് കിട്ടാൻ മോന് പ്രാർത്ഥിക്കുക, ശരീരത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാകും, വിശ്വാസത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സൗഖ്യം നൽകി. ഇന്ന് എൻ്റെ ശരീരത്ത് ഒരു പാടുപോലുമില്ല. ലാസറേ നീ പുറത്തു വരുവീൻ എന്ന് പറഞ്ഞ ദൈവം ആ ശരീരത്തിൽ നിന്ന് എനിക്ക് പുറത്തു വന്ന് ദൈവം ഇന്ന് പൂർണ്ണ സൗഖ്യത്തോടു കൂടി പല സ്ഥലങ്ങളിൽ ചെന്ന് സാക്ഷ്യം പറഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. പിന്നെ ഞാൻ എൻ്റെ ദൈവത്തെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏകദേശം ഒരു 7 വർഷമായി. അന്ന് തൊട്ട് എൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ നടക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ഇന്നും കൂടുതലായി എന്നെ അനുഗ്രഹിക്കുന്നു. പിന്നെ ചെറിയ പാട് മാത്രമേ ഉള്ളൂ കാലിൽ. അത് എനിക്ക് പ്രാർത്ഥന കുറവോ സ്തുതിപ്പ് കുറവ്, ദൈവത്തിൽ വിശ്വാസക്കുറവെന്ന് അന്നേരം തന്നെ എനിക്ക് ചൊറിച്ചിലുണ്ടാകും. വീണ്ടും ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് മാറും. അങ്ങനെ ദൈവം ഒരു ചെറിയ അടയാളം മാത്രം എൻ്റെ കാലയിൽ നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് സൗഖ്യങ്ങളും ദൈവം നൽകി. എൻ്റെ കുടുംബത്തിലുള്ള മാറ്റം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടെ രക്ഷകനായ കർത്താവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്ന് ചെയ്യുകയാണ്. എൻ്റെ പപ്പ എന്നും വെളുപ്പിനെ 3 മണിക്ക് എണീറ്റ് ഇന്നും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ എൻ്റെ പപ്പായ്ക്ക് ഒരു ചെറിയ ഇച്ചിരി മദ്യപാനവും ഇച്ചിരി അതുപോലെ പുകവലിയും മുറുക്കിടുമായിരുന്നു. അന്നേരം നാക്യംബ്രഹ്മളച്ചൻ ചോദിച്ചു, ആരെങ്കിലും ദൈവമക്കൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിക്കാവോ, ഇതൊക്കെ മാറ്റാവോ എന്ന് നിങ്ങൾ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം കിട്ടും, നിങ്ങളുടെ കുടുംബം രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ അന്ന് തീരുമാനം എടുത്ത് കളഞ്ഞതാണ്. ഇന്ന് വരെ എൻ്റെ പപ്പ അത് തൊട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഇന്ന് കൂലിപ്പണിക്ക് പോകുന്നവരുകൊണ്ട് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാ ഞായറാഴ്ചയും ആദ്യത്തെ കുർബാനയ്ക്ക് എൻ്റെ പപ്പ എല്ലാ ആഴ്ചയിലും പോകും. ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവമക്കളായി ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മക്കളായി മാറി. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് എണീറ്റ് നിൽക്കാം, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്. ദൈവം എനിക്ക് തന്ന സാവുളായിരുന്ന പൗലോസലിയായെ ദൈവം പേര് ചൊല്ലി വിളിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതേ വിളിയാണ് ഈ ദാനിയേലെയും ദൈവം വിളിച്ചത്. ആ ദൈവം എന്നെ ഈ 5 വർഷം ഇലക്കകത്ത് കിടന്ന് ദേഹമെല്ലാം പൊട്ടി, അത് സോറിയാസിസ് എന്ന് പറയാൻ പറ്റുകയല്ല, അതുപോലെ വ്രണത്തിൽ കഴിയുന്ന എന്നെ ദൈവം തൊട്ടു സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ രോഗിയായിട്ട് പലരും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ദൈവം തൊട്ട് സുഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതിൽ യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് നമുക്ക് കരങ്ങൾ ഉയർത്തി പിടിച്ച് 2 കരങ്ങളിൽ നാവിനെ സുഖതരമായി വിട്ടുകൊടുത്ത്, ദൈവമേ നിങ്ങൾക്ക് വേണ്ടി ഈ എളിയ ദാസൻ പ്രാർത്ഥിക്കുന്ന സമയം ദൈവം എല്ലാവർക്കും സൗഖ്യം കിട്ടട്ടെ, എനിക്ക് കിട്ടിയ അതേ അനുഭവം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം എല്ലാവരും മേൽ നിറയട്ടെ. കർത്താവായ ദൈവമേ അവിടുന്ന് തൊടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇവരെല്ലാവരെയും ഏറ്റെടുക്കണമേ ദൈവമേ. ഇവിടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഇവരെ വേദനകളും വിഷമങ്ങളും എല്ലാം മാറട്ടെ. ഇവരുടെ ദുഃഖങ്ങളും
ഇവരുടെ വിഷമങ്ങളെല്ലാം മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശയ്യ 52:12 വചനത്തിലൂടെ ഇവര് മുന്നിലും പിന്നിലുമായി കാവൽ നിൽക്കണമേ. വിശുദ്ധ മിഖായേലേ, വിശുദ്ധ റഫായേലേ, വിശുദ്ധ ഗബ്രിയേലേ, സകല വിശുദ്ധന്മാരെ, സകല രക്തസാക്ഷികളെ, സകല സ്ലേഹന്മാരെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തി ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവരുടെ നാടി നിറം രക്തം ശരീരത്തിലുള്ള ദശയിലേക്ക് പരിശുദ്ധാത്മാ വ്യാപരിക്കട്ടെ. ഇവരെ തൊടണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാരെയും തൊടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. വിശ്വാസത്തോടു കൂടി ഇന്ന് ദൈവവേല കർത്താവിനെ തുടർന്ന് ചെയ്യുകയാണ്. എൻ്റെ ആശ്രയം ഈ കുരിശാണ്, എൻ്റെ ശക്തി ഈ ജപമാലയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന ലോകത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരികളെയും എൻ്റെ മാതാപിതാക്കളെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ മുമ്പിൽ കടന്നു വന്ന പരിശുദ്ധ അമ്മേ, ഈ മക്കളുടെ എല്ലാവരുടെ മുമ്പിൽ കടന്നു ചെല്ലണമേ. അമ്മയുടെ തിരുക്കച്ചയാൽ ഈ മക്കളെ പൊതിയണമേ. അടിയൻ്റെ സാക്ഷ്യത്തെ അനുകരിക്കണമേ. അങ്ങ് തന്ന സൗഖ്യവും അങ്ങ് തന്ന അനുഭവങ്ങളും ഈ മക്കളോട് പങ്കുവെക്കുവാൻ അങ്ങ് തന്ന വലിയ അനുഗ്രഹത്തിനായി നന്ദി. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, വിശുദ്ധ റഫായേലേ, വിശുദ്ധ ഗബ്രിയേലേ, സകല വിശുദ്ധന്മാരെ, സകല രക്തസാക്ഷികളെ, സകല സ്ലേഹന്മാരെ, വിശുദ്ധ അന്തോണിസെ, വിശുദ്ധ ബെനഡിക്റ്റ്, വിശുദ്ധ ഡോമിനിക്ക്, വിശുദ്ധ ഗീർവരീസെ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അവിടുത്തെ ഈ മക്കളെല്ലാവരെയും തൊട്ട് അനുകരിക്കണമേ. പരിപൂർണ സൗഖ്യത്തോട്, പരിപൂർണ സമാധാനത്തോട്, ആത്മശാന്തിയോടുകൂടി നാടി നിറമ്പ് രക്തത്തിലിരിക്കുന്ന എല്ലാ രോഗാണുക്കളും മാറി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുത്തെ എല്ലാവരും സ്തുതിപ്പാൻ ഈ എളിയ ദാസന് കിട്ടിയ അതേ സൗഖ്യം, അതേ അനുഗ്രഹങ്ങൾ എല്ലാ മക്കൾക്കും നൽകി അങ്ങ് പരിശുദ്ധാത്മാവിനെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാവരെയും ഈ ശുശ്രൂഷകൾ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലം ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.